എന്താ ഇപ്പം ചെയ്യാന്നറിയോ? ഫ്രിഡ്ജിൽ വെച്ച പിന്നെ ഇറച്ചി കൊണ്ട് എടുക്കും. എന്നിട്ട് ആ ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചി കഷ്ണിച്ച് അത് ഫ്രിഡ്ജിൽ എന്താ പ്രഷർ കുക്കറിലേക്ക് ഇടും. ചെക്കനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ പറഞ്ഞയച്ചിട്ട് 8-9 പൊറാട്ടയും കൊണ്ടുവരും. ഇതാണ് ഇപ്പം ഇന്നത്തെ രാവിലെ ഭക്ഷണം. പള്ളം ഇങ്ങനെ കൂടും, ഇവർക്ക് കുടവയർ ഇങ്ങനെ കൂടും. പൊറാട്ട തിന്നുന്നതനുസരിച്ച് കുടവയർ കൂടും. മടിച്ചികളായ നമ്മുടെ ഇന്നത്തെ മലബാറിലെ പെണ്ണുങ്ങളാണ് ഈ കോലത്തിൽ നമ്മൾ ആണുങ്ങൾക്ക് ഷുഗർ കൂട്ടിയിട്ട് ഡയാലിസിസ് സെൻ്ററുകളിലേക്ക് അയച്ചത്. മടിച്ചികളായ പെണ്ണുങ്ങളാണ്. മുളപ്പിച്ച പയർ സ്ഥിരമായി ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയാണ് കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് യുവത്വം കൂടും. ആണുങ്ങൾക്ക് യുവത്വം കൂടും. മനസ്സിലായില്ല? യുവത്വം നിലനിർത്തും, എന്ന് യുവാവായി നിൽക്കും. പയറിനൊക്കെയുള്ള ഗുണം തരും, വളരെ നല്ലൊരു റൈസിങ് ഉണ്ടാവും പയർ സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക്. എന്തിനധികം ചെറുപയർ പൊടിക്കുക. ചെറുപയർ മനസ്സിലായില്ല, പൊടിച്ചിട്ട് അത് എന്തിനു പകരം ഉപയോഗിക്കുക? സോപ്പിന് പകരം. ഒരാഴ്ചയിൽ 1 വട്ടം, ഏറി വന്ന 2 വട്ടം അതിൻ്റെ പുറർച്ചയ്ക്കണ്ട. 1. 2. കുമ്പളങ്ങ, ചിരങ്ങ, പൂള പോലത്തെ സാധനങ്ങൾ ഇടാതെ ഒരു കാരണവശാലും ഇറച്ചി കഴിക്കരുത്, ഒരിക്കലും കഴിക്കരുത്. ചിരങ്ങ, കുമ്പളങ്ങ പോലത്തത് ഇടാതെ ഇറച്ചി കഴിക്കുകയേ ചെയ്യരുത്. അത് കേടാണ് ശരീരത്തിന്. അങ്ങനെ കഴിക്കാൻ പാടില്ല. ഇറച്ചി എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായൊരു ഭക്ഷണമാണ്. അത് കുടലിനെ നാശാക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. കുമ്പളം ഇട്ടിട്ടേ ഇറച്ചി വേവിക്കാൻ പാടുള്ളൂ. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല പഴയ കാലത്തെ ആളുകൾ ഇത് ചെയ്തത്. പഴയ കാലത്തെ ആളുകൾ ഈ ഇറച്ചിയുടെ കേട് മുഴുവൻ, ഞാൻ എത്ര വട്ടം അത് പറഞ്ഞതിന് കയ്യും കണക്കുമില്ല. ഒന്നിരിക്കൽ കുമ്പളങ്ങ അല്ലെങ്കിൽ പൂള അല്ലെങ്കിൽ ചേന, ചേമ്പ്, എങ്ങനെ എന്തെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് മറ്റേ ഇത് എന്താ പറയുക, നമ്മളെ എന്താ പറയുക, കിഴങ്ങ്, എന്തെങ്കിലും ഒരു സാധനം ഇടാതെ അതുണ്ടാക്കരുത്. അത് ഇറച്ചി മാത്രം വേവിക്കുന്ന രീതി ഈ അടുത്ത കാലത്ത് വന്നതാണ്. ഇറച്ചി മാത്രം വെക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു 10-25 കൊല്ലം അത്രയായിട്ടുള്ളൂ. അതിന് മുമ്പ് ഇറച്ചി മാത്രം വേവിക്കുന്ന രീതി നമ്മുടെ നാട്ടിലില്ല. അതിനൊരുപാട് കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു ദാരിദ്ര്യം. മക്കൾ ഇഷ്ടം പോലെ, പേരമക്കൾ 10-20 അതിലേറെയും മക്കളും പേരമക്കളും പേരുണ്ടാവും. ആകെ 1 കിലോ ഇറച്ചി വാങ്ങുക. പക്ഷെ ആ ദാരിദ്ര്യം അവർക്ക് ആരോഗ്യം കൊടുത്തു. അപ്പോൾ ഒരു പൂളയില്ലാതെ ഒരു പൂളയോ ഒരു കുമ്പളങ്ങ എന്ന് പറയുന്നത് വല്ലാത്തൊരു മുതലാണ്. അത് ചെറിയ മുതലല്ല, വല്ലാത്ത മുതല കുമ്പളങ്ങ. ചിരങ്ങ അങ്ങനെ തന്നെയാണ്. ചിരങ്ങ എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു പുണ്യ റസൂലിന് വളരെ ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് ചിരങ്ങ എന്നില്ലേ. അതൊന്നും കൂട്ടാതെ ഇപ്പം നമ്മളിപ്പോൾ ഇഷ്ടം പോലെ 10-15 ആളുണ്ടെങ്കിൽ 2 കിലോ ഇറച്ചി വാങ്ങിയാൽ മതി. ഏറെ 1.5 കിലോ വാങ്ങിയാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ 1 കിലോ വാങ്ങിക്കോ, വളരെ നല്ലത്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ കൂട്ടുക. ആ ഭക്ഷണത്തിൻ്റെ രസം എത്ര! ഇത് ചോറിലേക്ക് ഒഴിച്ചാൽ എന്താ ഇതിൻ്റെ രസം? വല്ലാത്ത രസം ഉണ്ടാക്കും. അപ്പോൾ ഈ ഇറച്ചി കഴിക്കുന്നത് എന്താണെങ്കിലും കുറക്കണം. കുറച്ചേ മതിയാകൂ. ഇറച്ചി അമിതമായി കഴിക്കരുത്, അത് കുറച്ചേ മതിയാവും. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇത് ഹാർട്ട് അറ്റാക്ക് വർദ്ധിപ്പിക്കും ഇറച്ചി. അതേസമയത്ത് ഈ സാധനങ്ങൾ ഹാർട്ട് അറ്റാക്കിനെ കുറക്കും. ഇതിൽ ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട് താനും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് കൊളസ്ട്രോളിനെ കൂട്ടും, LDL കൂട്ടും ഇറച്ചി. അതേസമയത്ത് മുതിര, പയർ, ചെറുപയർ, കടല, ഇതൊക്കെ ചക്കക്കുരു, ഇതൊക്കെ LDL വളരെ കുറക്കും. എന്നാലോ അതിലുള്ള പ്രോട്ടീൻ, സമൃദ്ധമായ പ്രോട്ടീൻ, അതിനുള്ള അളവിന് കമ്മി. എത്രയാണുള്ളത്? ഒരു കാലത്ത് നമ്മളെ വീടുകളിലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചക്കക്കുരു. ഈ ചക്കക്കുരു എന്ന് പറഞ്ഞ സാധനം ഇന്ന് പ്ലാവിൻ്റെ ചുവട്ടിൽ വെറുതെ വീണ് കിടക്കുകയാണ്. പ്ലാവന്നെ മുറിച്ച് ഒഴിവാക്കി. കാരണം ഒരു കാര്യത്തിന് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മരമായി പ്ലാവ്. മലബാറായി നിലനിർത്തിയത്, നൂറ്റാണ്ടുകൾ നിലനിർത്തിയത് ചക്കയാണ്. മലബാറിലെ പട്ടിണി മാറ്റിയത് ചക്കയാണ്. മലബാറിലെ ആരോഗ്യം കൊടുത്ത ചക്കയാണ്. ചക്കക്കുരു സൂക്ഷിച്ചു വെക്കുന്ന വേണം.
ഒരല്പം ചക്കക്കുരെങ്കിലും എല്ലാ ദിവസവും കറിയിൽ ഉപയോഗിച്ചാൽ, ഈ ഇത്തരം സാധനങ്ങളോ അതും അതിൻ്റെ വൃത്തിയായി ഉപയോഗിച്ചാൽ എന്താ അതിൻ്റെ രസം. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചക്കക്കുരുവിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ആ പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട് പുറത്ത്, അത് ഒഴിവാക്കുക. പിന്നെ വേണമെങ്കിൽ 2, 3, 4 കഷ്ണാക്കിയാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. ആ സാധനത്തിൽ വലിയ അതിൻ്റെ തവിട, ഏത് മനസ്സിലായില്ല, ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ആ കോട്ടിങ്ങില്ലേ, അതിൻ്റെ തവിട, അത് ക്യാൻസറിന് വരെ പരിഹാരം. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. ആയുസ് പടച്ചോൻ തരും, പക്ഷെ ആരോഗ്യം നമ്മൾ ഉണ്ടാക്കണ്ടേ. മൂലൊക്കെ കിടക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയിട്ട് എന്താ കാര്യം? പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ കഴിയും. ഇവിടെ ഈ വിഷയം തീരൂല, കുറേ ഞാനിത് പറയും. എന്തുകൊണ്ട്? ശ്രദ്ധിച്ച നന്നാവും. ഇന്നത്തെ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കലല്ല. എങ്ങനെ ഡയാലിസിസ് സെന്റർക്ക് പോകാതിരിക്കാൻ കഴിയും എന്ന് നമ്മൾ പഠിക്കല. ഞാൻ ഇതിൽ വ്യായാമം വരെ അങ്ങ് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസിൻ്റെ ഭാഗത്ത് വ്യായാമം കാണിച്ചു തരും, എങ്ങനെ വ്യായാമം ചെയ്യേണ്ടത് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ആണുങ്ങൾ ചെയ്യേണ്ട വ്യായാമ രീതികൾ, ആർക്കും ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ചെയ്യാവുന്ന വ്യായാമ രീതികൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. പഠിച്ചാൽ സഹായിച്ചാൽ ഒക്കെ കാണിച്ചു തരും. ഇതൊക്കെ നമ്മൾ മൂല്യരാണെങ്കിൽ, തങ്ങളാണെങ്കിൽ, ബീവി ആണെങ്കിൽ ഇതൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ ആരോഗ്യം, മനുഷ്യന് അൽ അഖ്ലു സലീമു മിനൽ ജിസ്മി സലീം, നല്ല ശരീരത്തിൽ നിന്ന് മാത്രമേ നല്ല ബുദ്ധി ഉണ്ടാവൂ. ഒരാൾക്ക് ബുദ്ധി മനസ്സിലായില്ല, അൽ അഖ്ലു അതിൽ ആപ്തവാക്യ, അൽ അഖ്ലു സലീമു മിനൽ ജിസ്മി സലീം. നല്ല ബുദ്ധി ഉണ്ടാവണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സംഗതികളുമാണ്. നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം നമുക്കുണ്ടാകാം. ആ ഗൾഫുകാരോട് വരെ ഞാൻ എന്താ പറയുന്നത്, നിങ്ങൾ കർശനമായി, ഇതൊക്കെ ഗൾഫുകാർക്ക് ഒരു കൽപ്പനാധികാരമുണ്ട്. അവർ പറഞ്ഞാൽ തന്നെ കിട്ടാവുന്ന ചക്കക്കാലത്ത് കിട്ടാവുന്ന ചക്കക്കുരു വാങ്ങിയേക്കുക. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിരമായി ഉള്ള ചക്കകളും ഉണ്ട്, മനസ്സിലായില്ല. അതിപ്പോൾ പുതിയ സാധനമാണെങ്കിലും അതിൻ്റെ ദോഷമുണ്ടെന്ന് ചിലർ പറയും. എന്നാലും ചക്കക്കുരു ആണല്ലോ, ചക്കക്കുരു തന്നെയല്ലേ, ചക്ക തന്നെയാണല്ലോ, മനസ്സിലായില്ല. അപ്പം നമ്മൾ കൊല്ലത്തിൽ 3 മാസം ഉണ്ടാവുന്ന ആ ഋതുവിൽ മാത്രം ഉണ്ടാവുന്ന ചക്കയുടെ ആ വൈറ്റമിൻ പൂർണ്ണമായി പുതിയ കൃത്രിമമായ ചക്കക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും അതെന്താണ്, മണ്ണിലുണ്ടായ പ്ലാവിൽ നിന്നുണ്ടായ ചക്കയാണ്. അപ്പം അതിൻ്റെ ഗുണമുണ്ടാവും. അതും മതി, ആ ചക്കക്കുരു ആയാലും മതി. ചക്കക്കുരു സ്ഥിരമായി ഉപയോഗിക്കാൻ ഇന്ന് നമുക്ക് കഴിയും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീടിൻ്റെ പറമ്പിലൊക്കെ ഇങ്ങനത്തെ എല്ലാ കാലത്തും ഉണ്ടാവുന്ന ചക്ക വെച്ച് പിടിപ്പിക്കുക. നല്ല കരുത്തുള്ള ചക്കക്കുരു ഉണ്ടാവുന്ന ചക്കകൾ വെച്ച് പിടിപ്പിക്കുക. അതൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുക. ഇറച്ചിയാണ് മാറ്റി വെക്കുക. ഇറച്ചി ഉപയോഗിച്ചാൽ ആഴ്ചയിൽ ഒരിക്കലും വാങ്ങുക ഇറച്ചി. പഴയ കാലത്ത് അങ്ങനെയാണല്ലോ, പഴയ കാലത്ത് അങ്ങനെ. പിന്നെ പണിക്ക് പോയിട്ടില്ലെങ്കിൽ അതിനെന്താ പരിഹാരം? വ്യായാമം ചെയ്യുക. അത് ഞങ്ങൾ കാണിച്ചു തരും ലാസ്റ്റ്. ഈ ക്ലാസ്സിൽ വ്യായാമവും കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്, റബ്ബ് സഹായിച്ചാൽ. എങ്ങനെ ഡയാലിസിസ് സെൻ്റർ ഉണ്ടാക്കുന്നല്ല പഠിച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് ചെയ്യുന്നവർ കുറ്റാണ് ചെയ്യുന്നതെന്നല്ല ഞാനീ പറയുന്നത്, അതും ആവശ്യം തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് വന്നതോ വന്നു, ഇനി നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾക്ക് അനാരോഗ്യം വരാൻ പാടില്ല. ആരോഗ്യം അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്താണ്. പടച്ച തമ്പുരാൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? അസ്യഹത്തു ഖൈറും മിനൽ ഗിന, സമ്പത്തിനേക്കാളും വലിയ നിഅമത്ത് ആരോഗ്യമാണെന്നല്ല റസൂൽ പറഞ്ഞത്. മനസ്സിലാകെ പറഞ്ഞത് ഏറ്റവും വലിയ നിഅമത്ത് എന്തല്ല, സമ്പത്തല്ല. സമ്പത്ത് ഇപ്പം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഉപകരിക്കും. ആരോഗ്യം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കടം വാങ്ങാൻ പറ്റും. പൈസ ഇപ്പം എൻ്റെ കയ്യിൽ എനിക്ക് അടുത്ത കൊല്ലേ പൈസ വരുള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് കടം വാങ്ങാലോ, അല്ലേ? പൈസ കടം വാങ്ങാം, ആരോഗ്യം കടം വാങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് റബ്ബിനോട് എന്നും നിങ്ങൾ ആരോഗ്യം യാചിച്ച് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? യാചിച്ച പോരല്ലോ. ഒരാൾക്ക് പെണ്ണ് വേണമെന്ന യാചിച്ച പോരല്ലോ. ദല്ലാലിക്ക് പൈസ കൊടുക്കണ്ടേ?
പെണ്ണാണം പോണ്ടേ, അപ്പോഴല്ലേ പെണ്ണിട്ടാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളല്ലാനോട് ആരോഗ്യം എന്ന് പറഞ്ഞാൽ പോരല്ലോ. ആരോഗ്യം ഉണ്ടാകാവുന്ന വഴികളിൽ നമ്മൾ പ്രവേശിക്കുകയും അതിന് വേണ്ടതൊക്കെ വ്യായാമമടക്കം ഞാൻ അതിൽ കാണിച്ചു തരും. ഇതൊക്കെ ഇല്ലാതെയായതാണ് ഈ കോലത്തിൽ നമ്മൾ തകരാനുള്ള കാരണം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഷുഗറുള്ള നാട് കേരള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വളരുന്ന നാട് കേരള. എല്ലാ രോഗങ്ങളും ഇതിൻ്റെ കൂത്തരങ്ങുന്ന കേരളമാണ്. അത് പരിഹാരം ഉണ്ടാവണം, ഉണ്ടാകും. അതുണ്ടാക്കലാണ് നമ്മളെ ബാധ്യത. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവയിലുള്ള ഈ സാധനങ്ങൾ കടല, മുതിര, പയറ്, വൻപയർ, ചെറുപയർ, ഇതൊക്കെ റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച് കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ആഹാരമായി മാറും. മലബന്ധം തടയും, ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാനും കൃത്യമായ മലവിസർജനത്തിനും എല്ലാം ഇതിന് കഴിയും. അതേപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കണം, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് പയറായാലും മുതിരയായാലും ഇതൊക്കെ എന്താവണമെന്നത്, ഇതൊക്കെ നമ്മൾ മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോഷക ഗുണങ്ങൾ ഇരട്ടിയാവും. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക, കടല മുളപ്പിച്ച് കഴിക്കുക, വൻപയർ മുളപ്പിച്ച് കഴിക്കുക. മനസ്സിലായില്ല? ഇതൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം. ഈ പ്രോട്ടീന് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യും, അതായത് ഇരട്ടിയായും. എന്ത് ചെയ്താൽ ദോഷങ്ങൾ വളരെ കുറയും ചെയ്യും, ഗുണങ്ങൾ വളരെ കൂടുകയും ചെയ്യും. എന്തായാൽ മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിറ്റാമിൻ സി, സാധാരണ പയറുകളിൽ വിറ്റാമിൻ സി വളരെ കുറവാണ്. എന്നാൽ മുളക്കുന്ന പ്രക്രിയയിലൂടെ ഇതിലെ വിറ്റാമിൻ സിയുടെ അളവ് വലിയ തോതിൽ വർദ്ധിക്കും. വിറ്റാമിൻ B1, B2, B9 എന്നിവയുടെ അളവ് മുളപ്പിക്കുമ്പോൾ ഇരട്ടിയാവും. അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ ക്വാളിറ്റി, ഇംപ്രൂവ്ഡ് പ്രോട്ടീൻ ക്വാളിറ്റി, അതായത് പ്രോട്ടീൻ്റെ ക്വാളിറ്റി തന്നെ ഗുണനിലവാരം കൂടും. ഗുണമുണ്ട്, പക്ഷേ നിലവാരം ഒന്നുകൂടി മെച്ചപ്പെടും. എന്താണെങ്കിൽ മുളപ്പിക്കുകയാണെങ്കിൽ. മുളക്കുമ്പോൾ പയറിലെ പ്രോട്ടീനുകൾ അമിനോ ആസിഡുകളായി വിഘടിക്കപ്പെടും. ഇത് നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കും. അതായത് മുളപ്പിക്കാത്ത കടല, പയർ, മുതിര പോലത്തെ മുളപ്പിക്കാത്തതും മുളച്ചതും തമ്മിൽ വ്യത്യാസം എന്താ? മുളപ്പിച്ചതാകുമ്പോൾ അത് ദഹിക്കാനും ശരീരം അതിനെ ആഗിരണം ചെയ്യാൻ എളുപ്പവും. അതിൻ്റെ വൈറ്റമിൻസിനൊക്കെ പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറും. മനസ്സിലാവേണ്ട പറഞ്ഞത്? ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ, ചില സാധനങ്ങൾ അങ്ങനെയാണ്. അതിൻ്റെ ഗുണം ഞാൻ ഒരു ഉദാഹരണം പറയാം. കുരുമുളക്, മുളകും കുരുമുളകും വ്യത്യാസമുണ്ട്. മുളകിൽ എരിവുണ്ട്, കുരുമുളകിൽ എരിവുമുണ്ട്, ഗുണവുമുണ്ട്. ഏതൊരു വസ്തുവിനെയും നിൻ്റെ ബോഡിയിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ നിനക്ക് എരിവ് തരുന്നതോടുകൂടെ വൈറ്റമിൻസും എമ്പാടും ഇതിലുണ്ട്. അതിൻ്റെ പുറമെ ഏതൊന്നും നിൻ്റെ ശരീരം ആഗിരണം ചെയ്യാൻ എളുപ്പത്തിൽ നിൻ്റെ ശരീരത്തിലേക്ക് ആ പ്രോട്ടീൻ പ്രവേശിക്കാൻ നല്ലതാണ്. ആ ഭക്ഷണത്തിൽ എന്ത് കൂട്ടുക? കുരുമുളക് കൂട്ടുക. എന്തും എത്രത്തോളം എന്ന് പറഞ്ഞാൽ തേനിൽ വരെ കുരുമുളക് കൂട്ടുന്നത് നല്ലതാണ്. മനസ്സിലായില്ല? അതൊക്കെ എന്തുകൊണ്ട്? ആ ഗുണം പെട്ടെന്ന് ബോഡിക്കട് കിട്ടും, ബോഡിക്ക് ഗുണം കിട്ടും. എന്തെന്നില്ല. അപ്പം ഇത് മുളപ്പിച്ച് കഴിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞത്. മുളപ്പിച്ച് കഴിക്കുമ്പോൾ അതെന്താണ്? നിൻ്റെ ബോഡി പെട്ടെന്ന് അത് എടുക്കാൻ കാരണമാവും, പെട്ടെന്നത് ശരീരം സ്വീകരിക്കും. മുളക്കുമ്പോൾ പയറിലെ പ്രോട്ടീനുകൾ അമിനോ ആസിഡുകളായി വിഘടിക്കപ്പെടും. നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ എളുപ്പത്തിൽ സ്വീകരിക്കാൻ സഹായിക്കും. മാത്രമല്ല കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നേരിയ തോതിൽ കുറയുകയും പ്രോട്ടീൻ്റെ അനുപാതം കൂടുകയും ചെയ്യും. അതായത് നേരിയ തോതിലെങ്കിലും മുളക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയും, അപ്പോൾ ഷുഗർ കുറയും. അതേസമയത്ത് പ്രോട്ടീൻ്റെ അളവ് കൂടും. അതൊക്കെ ഒന്ന് നേരത്തെ പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അടുക്കളയിലെ പെണ്ണിന് ബുദ്ധിയും ബോധവും ഇതൊക്കെ നല്ല നിലക്ക് കൊണ്ടുപോകണമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. അവർ മടിച്ചുകളായ ഒക്കെ നാശിക്കും. അവനിപ്പോൾ നേരം വെളുത്താൽ എന്താ നടന്നത്? 10 മണി വരെ 9 മണി വരെ കടന്നുറങ്ങിയിട്ട് പൊറാട്ടക്ക് കുട്ടികളെ പറഞ്ഞേക്കും. ഇതാണ് ഇപ്പം നമ്മുടെ വീടുകളൊക്കെ പൊതു സ്വഭാവം. ഈ
ഇപ്പം ഏതെല്ലാം വീടുകളിലും അങ്ങനെയാണ്. രാവിലെ പൊറാട്ട കള പറഞ്ഞേക്കും. എന്തേ? ഒന്നും മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. ആദ്യം തന്നെ ഒരു ഭക്ഷണം ഒരു വീഴാറ്റ് കയറുന്ന ഇന്നത്തെ കാലത്ത് എന്താണ്? ഈ പൊറാട്ട. എന്നാൽ വല്ല പണിക്കും പോകുന്നുണ്ടോ? വല്ല കലാസി പണിക്കാർ പൊറാട്ട എന്നാണെങ്കിൽ ഒന്നും കിട്ടാനില്ലെങ്കിലും അതവിടെ വയറ്റിൽ മലായി പോകുമെന്നെങ്കിലും വിചാരിക്കുക. ഇത് മലമായി പോകില്ലല്ലോ. എന്തുകൊണ്ട്? ഇത് കെട്ടിക്കിടക്കൂല വയറ്റിൽ. ഒരു പണിയില്ലാത്ത നമ്മളെപ്പോലത്തെ ഒരു പൊറാട്ട. എന്നാൽ ഈ ചെറിയ ചെറിയ മക്കൾക്ക് വളരെ നൈസായ കുടലാണ്. ഈ മക്കൾക്കാണ് രാവിലെ ഇന്നത്തെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ പൊറാട്ട കൊടുക്കുന്നത്. നേരം വെളുത്ത മൂത്ത മകനോട് ആ വണ്ടി എടുത്ത് പോയിക്കാം, അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ പറയാം ഇവിടെ പിന്നെ കറി ഇവിടെ ഉണ്ടാക്കാം, ഞങ്ങളവിടുന്ന് കുറച്ച് പൊറാട്ട കൊണ്ട്. എന്നിട്ട് പിന്നെ രാവിലത്തെ ഭക്ഷണം എന്താണ്? ഈ പൊറാട്ട. എന്താ കാരണം? തന്നെ കുറച്ച് മാവ് നേരത്തെ തന്നെ കൂട്ടി വെച്ചാൽ, രാത്രി കിടക്കുമ്പോൾ കൂട്ടി വെച്ചാൽ രാവിലെ കുറച്ച് വെള്ളപ്പം ചുടാൻ എളുപ്പമാണ്. ദോശ പുളിപ്പിച്ച് വെച്ചാൽ അത് എളുപ്പമാണ്. കടല നേരത്തെ തന്നെ കിടക്കണം, പിന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ രാത്രി 8 മണിക്ക് 7 മണിക്ക് 8 മണിക്ക് കടല രാവിലെ എണീക്കുമ്പോഴത്തേന് സുബഹി നിസ്കരിച്ച് അടുക്കളയിൽ ചെന്നാൽ ഒക്കെ വൃത്തിയാണ്. ആ വെള്ളം മാറ്റി ഇത് വെള്ളം വെച്ച് 10 മിനിറ്റ് കൊണ്ട് കറിയായി. അല്ലേ? അങ്ങനെയല്ലേ? ഇത് കുതിർന്നു. ചെറുപയറാണെങ്കിലും വൻപയറാണെങ്കിലും മുതിരയാണെങ്കിലും കുതിർന്നു. നേരത്തെ തന്നെ കലക്കാൻ പാകത്തിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ മാവിന്ന് 1-2 വെള്ളപ്പം ചുട്ടു, അല്ലെങ്കിൽ ദോശ ചുട്ടു. ഇതും കൊടുത്താൽ ആ മനുഷ്യൻ്റെ ബോഡിക്ക് എത്ര ഗുണമാണ്. എന്തപ്പം ചെയ്യാന്നറിയോ? ഫ്രിഡ്ജിൽ വെച്ച പിന്നെ ഇറച്ചി കൊണ്ട് എടുക്കും. എന്നിട്ട് ആ ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചി സ്നേഹിച്ച് അത് ഫ്രിഡ്ജിൽ എന്താ പറയുക, പ്രഷർ കുക്കറിലേക്ക് ഇടും. ചെക്കനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ പറഞ്ഞയച്ചിട്ട് 8-9 പൊറാട്ടയും കൊണ്ടുവരും. ഇതാണ് ഇപ്പം ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം. പിന്നെ മൂപ്പർക്ക് അന്നൊന്നും വേണ്ട, കാരണം കുടൽ നിറഞ്ഞു. ഒരു കാര്യം നമുക്ക് കിട്ടൂല. ലായുസ്മിൻ വലാ യുഗ്നി മിൻ ജൂ എന്ന് പറഞ്ഞതുപോലെയാണ്. അതിനൊന്നും കിട്ടാനില്ല, ഒന്നും കിട്ടാനില്ല. നരകത്തിലെ മുള്ളുകളെ പറ്റി പറഞ്ഞു കൊടുത്ത് ഖുർആനിലെ ആയത്തിൻ്റെ ഒരു ഉപകാരം അതുകൊണ്ടില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇത് പള്ളെങ്ങനെ കൂടും, മൂപ്പർക്ക് കുടവയർ ഇങ്ങനെ കൂടും. പൊറാട്ട തിന്നുന്നതനുസരിച്ച് കുടവയർ കൂടും. മടിച്ചികളായ നമ്മളെ ഇന്നത്തെ മലബാറിലെ പെണ്ണുങ്ങളാണ് ഈ കോലത്തിൽ നമ്മൾ ആണുങ്ങൾക്ക് ഷുഗർ കൂട്ടിയിട്ട് ഡയാലിസിസ് സെൻ്ററുകളിലേക്ക് അയച്ചത്. മടിച്ചികളായ പെണ്ണുങ്ങളാണ്, ഒരളവോളം മടിച്ചികൾ അതന്നെ. പിന്നെ അങ്ങാടിയിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വരെ തിരയുന്ന കുറച്ച് ആണുങ്ങളുണ്ട്. അവർക്ക് പിന്നെ അങ്ങാടിയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് പൊറാട്ട തേണ്ടി വരും. അവരും ഈ കൂട്ടരാണ് ഈ കൊലത്തിൽ നമ്മുടെ നാട് നാശാക്കിയത്. പിന്നെ ആവശ്യമില്ലാത്തതിന് ദിവസം കല്യാണം. ആ കല്യാണത്തിലോ ഈ കൊളസ്ട്രോളും ഷുഗറും കൂട്ടുന്ന സാധനം മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം കൂടി കൂടിയപ്പോൾ മലയാളി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രോഗിയായി മാറി. പയർവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ പലർക്കും ഗ്യാസ്, വയറ് എരിച്ചിൽ എന്നിവ ഉണ്ടാകുന്ന ഒലിഗോസാക്കറൈഡുകൾ എന്ന സങ്കീർണ കാർബോഹൈഡ്രേറ്റുകൾ മുളക്കുന്നതോടുകൂടെ ഇല്ലാതെയാവും. അതായത് ഇത് സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ മുളക്കുന്നതോടുകൂടി ഇല്ലാതെയാവും. മുളപ്പിച്ച ഭക്ഷണങ്ങളിൽ ദഹനത്തെ സഹായിക്കുന്ന ജീവനുള്ള എൻസൈമുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മുളക്കണം. അത് മുളപ്പിച്ചാൽ ഇതിൻ്റെ ഗുണം ഇരട്ടിക്കരട്ടിയാവും. അത് പയറാണെങ്കിലും ചെറുപയറാണെങ്കിലും കടലയാണെങ്കിലും വൻപയറാണെങ്കിലും ഒക്കെ മുളപ്പിച്ചിട്ട് ഭക്ഷണമാക്കണം. വേവിക്കണം, മുളപ്പിക്കുക. എന്നാൽ അതിൻ്റെ പ്രോട്ടീൻ്റെ അതിൻ്റെ ദോഷം കുറയും. എന്താ ദോഷം? ഗ്യാസ്, ഇങ്ങനെ മറ്റു പിന്നെ പലതും. അതിൽ എന്തൊക്കെ ദോഷമുണ്ടോ അത് മുളപ്പിക്കുമ്പോൾ പുറത്തു പോകും. അതേസമയത്ത് അതിൻ്റെ ഗുണമോ ഇരട്ടിക്കരട്ടിയെ വർദ്ധിക്കും. പ്രോട്ടീന്, കരുത്ത്, ബലം ഒക്കെ കൂടും. പയറുകളിലെ ഫൈറ്റിക് ആസിഡ് ശരീരത്തിലേക്ക് അയൺ, സിങ്ക്, കാൽസ്യം എന്നിവ ആഗിരണം ചെയ്യുന്നത് തടയുന്ന ഒന്നാണ്. എന്നാൽ മുളപ്പിക്കലിലൂടെ ഈ ആൻറ്റി ന്യൂട്രിയൻറ്റുകൾ എല്ലാം ഇല്ലാതെയാവും. ഫൈറ്റിക് ആസിഡ് പൂർണ്ണമായി നശിക്കും. ഈ ധാതുക്കൾ ശരീരത്തിന് കൃത്യമായി ലഭിക്കും. അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഈ കടലയിലും ഇത് മുളപ്പിക്കുന്നതോടുകൂടെ ദോഷകരമായ സാധനങ്ങൾ പൂർണ്ണമായി പോകും. എന്നിട്ടോ ഈ പ്രോട്ടീൻ പൂർണ്ണമായി ബോഡിക്ക് കിട്ടാൻ കാരണമാകും. ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കും. യുവത്വം മുളപ്പിച്ച പയർ സ്ഥിരമായി ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയാണ് കുട്ടികൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് യുവത്വം കൂടും.
ആണുങ്ങൾക്ക് യുവത്വം കൂടും. മനസ്സിലായില്ല? യുവത്വം നിലനിർത്തും, എന്ന് യുവാവായി നിൽക്കും. പയറിനൊക്കെയുള്ള ഗുണം തന്നെ വളരെ നല്ലൊരു റൈസിങ് ഉണ്ടാവും. പയർ സ്ഥിരമായി കഴിക്കുന്ന ആളുകൾക്ക് എന്തിനധികം ചെറുപയർ പൊടിക്കുക. ചെറുപയർ മനസ്സിലായില്ല, പൊടിച്ചിട്ട് അത് എന്തിന് പകരം ഉപയോഗിക്കുക? സോപ്പിന് പകരം. ആ ബോഡിക്കൊരു ഗ്ലേസിങ് ഉണ്ടാവും. മനസ്സിലായില്ല? ഇന്നത്തെ ഇല്ലേ, അത് ഇന്നത്തെ സോപ്പ് ഉപയോഗിക്കാതെ ചെറുപയർ പൊടിക്കുക. കുളിമുറിയിലൊക്കെ ചെറുപയർ പൊടിച്ച് കൊണ്ടേ വെക്കുക. സോപ്പിന് പകരം എന്തുപയോഗിക്കുക? ഇതുപയോഗിക്കുക. സോപ്പിന് പകരം ഇതുപയോഗിക്കുക. ശരീരത്തിലെ കേടൊക്കെ അത് ഇത് ഈ ബോഡിക്കും സ്കിന്നിനൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ്. എന്നിട്ട് തോർത്താതെ പോരുക. കുളിച്ചാൽ തോർത്തരുത്, തോർത്തന്നെ ചെയ്യരുത്. കുളിച്ചാൽ തോർത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ റസൂലുള്ളാഹ് എന്ത് ചെയ്യും? കൊട്ടയും, എന്തൂല, തോർത്തൂല. ആ ബോഡിക്ക് നല്ല കരുത്തുണ്ടോ? ഒരു നന്മ നിലനിൽക്കും, ഒരു ശീതിമ നിലനിൽക്കും. ഇന്ന് വിഷയം എന്തെന്നത്, നമ്മൾ ഈ സോപ്പ് തേച്ച ഈ സോപ്പിൻ്റെ പല കണ്ടൻറ്റും നമ്മുടെ ബോഡിയിലെ സുഷിരങ്ങളിൽ കയറി നിൽക്കും. അത് പൂർണ്ണമായി ചിലപ്പോൾ നമ്മളോട് ഒഴിവാക്കില്ല. നമ്മൾ ഈ മേലെക്കൂടി കുറച്ച് വെള്ളം പറഞ്ഞുകൊണ്ട് ഈ സോപ്പിൻ്റെ അടിസ്ഥാന കെമിക്കലുകൾ ബോഡിയിൽ നിന്ന് പോകില്ല. ഇത് പലപ്പോഴും നമ്മളെ കിഡ്നി വരെ കേടാക്കും. സത്യത്തിൽ നമ്മുടെ ഈ ബോഡിയുടെ സ്കിന്നിലേക്ക് വരുന്ന ചില സാധനങ്ങൾ നേരെ പോവുക എങ്ങോട്ടാണ്? കിഡ്നിയിലേക്കാണ്. പഠിച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പഴയ കാലത്ത് സോപ്പിന് പകരം ഉപയോഗിച്ചിരുന്നത് എന്താണ്? ഇത്തരം സാധനങ്ങളല്ലേ. ചെറുപയർ അല്ലേ, സ്ഥിരമായി ചെറുപയർ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ പരസ്യങ്ങൾ പച്ചക്കളവാണ്. ബോഡിക്ക് ഗ്ലേസിങ് കൂടുന്നു. ബോഡിക്ക് ഗ്ലേസിങ് ഡ്രൈനസ് കൂട്ടുക. സോപ്പ് ഉപയോഗിക്കുന്ന ബോഡിയിൽ ഡ്രൈനസ് കൂടും. അതേ സമയത്ത് ചെറുപയർ ഉപയോഗിച്ചാൽ എന്തുണ്ടാവില്ല? ഡ്രൈനസ് ഉണ്ടാവില്ല. ആ ഒരു സ്കിന്ന് നല്ല സ്മൂത്തായി തോന്നും. നിങ്ങൾ സ്ഥിരമായി ഞാനൊരു പെണ്ണിനോട് പറയുന്നത്, പെണ്ണെ നീ സ്ഥിരമായി നിൻ്റെ കൈ ചെറുപയർ ഉപയോഗിച്ച് കഴുകുക. കുളിക്കുമ്പോഴൊന്നും സോപ്പ് ഉപയോഗിക്കാതെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിൻ്റെ കൈ നിൻ്റെ ഭർത്താവിനെ എന്ന് വെച്ചു കൊടുത്താൽ അയാളത് ഒന്നും കൂടി നോക്കും. നിനക്ക് എൻ്റെ ഒന്ന് ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറയും. 10 ദിവസം, ഓൺലി 10 days. ഞാൻ പെണ്ണുങ്ങളോട് പറയാം, പെണ്ണുങ്ങളെ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന്, നിങ്ങളെ സോപ്പ് ഉപയോഗിക്കൽ നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെറുപയർ ഉപയോഗിക്കുക. കൈ കഴുകാൻ വരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം. പണ്ടത്തെ കാലത്ത് നമ്മൾ പാത്രം കഴുകിയിരുന്നത് വെണ്ണീറുകൊണ്ടാണ്. ഇന്ന് പാത്രം കഴുകാൻ വേറെ ചില കട്ടകളാണ് അല്ലേ? ചില കട്ടകളും ചില പാത്രത്തിൽ വരുന്ന ഇതൊക്കെ ഏറ്റവും മോശപ്പെട്ട രാസപദാർത്ഥങ്ങളാണ്. അത് പെണ്ണിൻ്റെ ഗുണം തന്നെ നഷ്ടപ്പെട്ടു. പെണ്ണിൻ്റെ ഗുണം കയ്യിലല്ലേ. ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം കാണൽ കയ്യില. അതിനിപ്പോൾ ഈ സൗന്ദര്യം ഇപ്പം ഇന്ന് നമ്മൾ ഏത് പെണ്ണിനാണുള്ളത്? പഴയ കാലത്ത് നമ്മളെ ഉമ്മാൻ്റെ അമ്മക്ക് വരെ അവർ മരിക്കാനായ കാലത്ത് കൈ വളരെ സ്മൂത്തായിരിക്കും. കാരണം ഒരു രാസപദാർത്ഥം അതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇന്നിപ്പോൾ നമ്മുടെ പെണ്ണുങ്ങളെ അവസ്ഥ നിങ്ങൾ പറയും. എന്താ പറയുക, ഉമി കരിച്ച ഉമി വെണ്ണീർ. ഇതുകൊണ്ടാണ് പഴയ കാലത്ത് ചെമ്പും പാത്രങ്ങളൊക്കെ കഴുകുക. ഇല്ല അങ്ങനെ തന്നെ. അതിൽ നല്ല ചകിരി ഇടും, തേങ്ങൻ്റെ ഇതൊക്കെ എന്താണ്? നാച്ചുറൽ സാധനങ്ങളാണ്, ഒരു കെമിക്കലില്ല. അങ്ങനെ തിളങ്ങും പാത്രങ്ങളൊക്കെ. എന്നിട്ട് ആ കയ്യ് നല്ല സ്മൂത്തായ കയ്യായി. കാരണം ഇതൊക്കെ നാച്ചുറൽ സാധനമല്ലേ. വെണ്ണീർ നാച്ചുറൽ സാധനം, ഉമിക്കരി ഒരു നാച്ചുറൽ സാധനം, പിന്നെ ചകിരി. ആ കയ്യൊന്നാണ് കഴുകിക്കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ കയ്യിൻ്റെ വൃത്തി എത്രയാണ്? ഇന്ന് ഞാൻ ഈ പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ 10 ദിവസം നിങ്ങൾ സോപ്പ് മാറ്റി വെക്കുക, എന്നിട്ട് ചെറുപയർ ഉപയോഗിക്കുക.
അടുക്കളയിൽ വരെ നിങ്ങൾ വെണ്ണീർ ഉപയോഗിക്കുക. എന്ത്? സോപ്പ് കാണരുത്. പാത്രം കഴുകാനുള്ള മറ്റേ കട്ടിയും മറിച്ച കട്ടിയും ഒക്കെ ഞാനതിൻ്റെ പേര് പറയുന്നില്ല, ഇനി അവരെ പരസ്യത്തിന് മോശമുണ്ട, പേര് ഞാൻ പറയുന്നില്ല. പാത്രം കഴുകുന്ന ഇന്ന് നിങ്ങളെ വീട്ടിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കട്ട കുട്ട ഈ സാധനം ഒക്കെ മാറ്റിയേക്കുക. എന്നിട്ട് വെണ്ണീറിലേക്ക് മടങ്ങുക, ഉമിയിലേക്ക് മടങ്ങുക. ഉമി വെണ്ണീർ, ഉമിയൊക്കെ വീട്ടിലുണ്ടാക്കണ, ഉമി ഉണ്ടാക്കിയ ഉമി നല്ല സാധനം, അതൊന്ന് കഴിക്കുക. ഈ സാധനങ്ങളൊക്കെ ഒരു കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നു. വെണ്ണീർ തന്നെ മതി. വെണ്ണീറിന് എന്തൊരു കരുത്താണ്. അത് മാത്രം ഉപയോഗിക്കുക. സോപ്പ് വരെ നിങ്ങൾ ഉപയോഗിക്കാതെ ഒരു 10 ദിവസം പെണ്ണുങ്ങളെ നിങ്ങളെ കയ്യിലേക്ക് സോപ്പ് അടുപ്പിക്കരുത്. എന്നിട്ട് നിങ്ങളെ ഭർത്താവിൻ്റെ കയ്യിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വെച്ചു കൊടുക്കി. അയാൾ പറയും എന്നെ ഇപ്പോൾ കെട്ടിക്കാനായിട്ടുള്ളൂ. കൈ കണ്ടാൽ ഒരു ഭർത്താവിന്, ഒരു പുരുഷന് പെണ്ണിലേക്ക് നോക്കൽ അനുവദനീയമായ സ്ഥലം ഏതാ? ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പെണ്ണിലേക്ക് നോക്കൽ അനുവദനീയമായ സ്ഥലം ഒന്ന് മുഖം, ഒന്ന് മുൻകൈ. ഓളെ വയസ്സ് ഇവിടെ അറിയും, സൗന്ദര്യം ഇവിടെ അറിയും, വയസ്സ് ഇവിടെ അറിയും. കയ്യുമൊക്കെ നോക്കി അറിയും ഇത്ര വയസ്സ്. അറിയണോനറിയും, അന്തങ്ങമ്മയൊക്കെ എന്തറിയും. അത് ഇന്നിപ്പം നമ്മളെ പെണ്ണുങ്ങൾക്ക് ചെറുപ്പത്തിലെ വൃദ്ധകളാക്കുക. എന്തുകൊണ്ട്? കൈ ഈ കെമിക്കൽ അല്ലാതെ അവർ ഉപയോഗിച്ചിട്ടില്ല. ചെറുപയർ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി, കഴിക്കാൻ മാത്രമല്ല, എന്താണ് അതിൻ്റെയൊക്കെ ഗുണം, എത്രയാണ് അതിൻ്റെയൊക്കെ ഗുണം. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ യുവത്വം നിലനിർത്താൻ പെണ്ണിനും ആണിനും കഴിയും. മുളപ്പിച്ച പയറുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് വളരെ കൂടുതലാണ്. ഇത് ശരീരത്തിലെ കോശങ്ങളുടെ നാശം തടയുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും യൗവനം നിലനിർത്തുകയും ചെയ്യും. കടല ഇതൊക്കെ മുളപ്പിച്ച് കടല, പയർ, വൻപയർ, മുതിര ഇതെല്ലാം മുളപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ യൗവനം നിലനിൽക്കും. കരുത്ത്, സ്കിന്നിൻ്റെ കരുത്ത്, ഉള്ളിലെ കരുത്ത് ഇതെല്ലാം ഉണ്ടാവും. അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടി പറയുന്നില്ല. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിത രീതിക്ക് തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മളെ വീട് നമുക്ക് സ്വർഗമായി കിട്ടും. ഒന്നും വേറെ വേണ്ട. പിന്നെ ഇപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒരു കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കല്യാണത്തിന് ഭക്ഷണം കഴിച്ചോളൂ. എപ്പോഴെങ്കിലും പിറ്റേന്ന് വെള്ളം കുടിക്കുകയും ചെയ്യാം. ഒരു കല്യാണത്തിന് പോയാൽ ചെയ്യേണ്ട കാര്യം പിറ്റേന്ന് ഒരു കല്യാണത്തിന് ഭക്ഷണം കഴിഞ്ഞാൽ 24 മണിക്കൂർ വാട്ടർ ഫാസ്റ്റിങ് ചെയ്യാം. മനസ്സിലായില്ല? കാരണം കല്യാണത്തിൽ ഒരുപാട് കൃത്രിമ സാധനങ്ങൾ ഭക്ഷണത്തിൽ കയറും. പിന്നെ 24 മണിക്കൂറെങ്കിലും വാട്ടർ ഫാസ്റ്റിങ് ചെയ്യാം. 24 മണിക്കൂർ എന്തേ കുടിക്കാൻ പാടുള്ളൂ? പച്ചവെള്ളം കുടിക്കുക. ഒരു കല്യാണത്തിന് പോയാൽ കല്യാണത്തിന് പോയിക്കോളി, കല്യാണ ഭക്ഷണം കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അതും എന്നെ ഇടയ്ക്കൊക്കെ ഒരു കല്യാണം ഉണ്ടാകുന്നതല്ല. പക്ഷെ എന്ത് വേണം? കല്യാണത്തിൽ വന്ന ഭക്ഷണത്തിൻ്റെ അപകടങ്ങൾ പുറത്തു പോകാൻ വേണ്ടി 24 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് എന്ത് ചെയ്യണം? വാട്ടർ ഫാസ്റ്റിങ് ചെയ്യണം. പച്ചവെള്ളം മാത്രം കുടിക്കുക. കിണറിലെ വെള്ളം, ശരിയാ, കിണറിലെ പച്ചവെള്ളം മുക്കൽ കുടിക്കുക. ഇതൊക്കെ നമുക്ക് ഇന്ന് ഇന്ന് ഈ സ്വർഗം കിണറില്ലാത്തൊരു കിണറിലോടത്തേക്ക് മാറുക. അല്ല, കിണറില്ലെങ്കിൽ കിണർ ഉണ്ടാക്കാൻ ഒരു 3 സെൻറ്റ് 5 സെൻറ്റ് ഭൂമി ഉണ്ടെങ്കിലും ഉണ്ടാക്കാനും നല്ല കിണറുണ്ടാക്കാനും പറ്റിയ ഭൂമി നാടിന് ഇഷ്ടം പോലെ ഇല്ല. നാടിനെ നടുപാർക്കാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ. അതെ. നല്ല വെള്ളം കുടിക്കുക, വാട്ടർ ഫാസ്റ്റിങ് ചെയ്യുക. ഒരു കല്യാണ ഭക്ഷണം നമ്മളെ വീട്ടിൽ കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും പിന്നെ നമ്മളത് നിർവാഹമില്ല. കാലം അങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും കല്യാണത്തിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കല്യാണത്തിന് നമ്മളധികാരമല്ല, അതിൽ കുറച്ച് ആളുകളുണ്ട് ഓല അധികാരം. ഓല് പറഞ്ഞത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം, ഓലാണ് ഭക്ഷണം ഉണ്ടാക്കുക. പിന്നെ അങ്ങനെയാണ് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നതും. അപ്പം നമുക്ക് നിർവാഹമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചാൽ 24 മണിക്കൂറെങ്കിലും വാട്ടർ ഫാസ്റ്റ് ചെയ്യുക.
വാട്ടർ ഫാസ്റ്റിങ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു പോയി കഴിഞ്ഞ മെയ് മാസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ല. അതിന് ശേഷം വേറെ എന്തോ ഒരു പരിപാടി വീട്ടിലുണ്ടായി, ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ എല്ലാവരും കൂടുന്ന ഭക്ഷണം ഞാൻ കഴിക്കില്ല. പിന്നെ ഇപ്പം നിർബന്ധ സാഹചര്യത്തിൽ മറ്റൊരാളെ വീട്ടിൽ പോയാൽ നമ്മൾ കഴിക്കേണ്ടി വരും. എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല. പിന്നെ നമ്മൾക്കത് ഒഴിവാക്കാനും കഴിയില്ല. കാരണം ജനങ്ങൾ ആ ഭക്ഷണം കഴിക്കാനാണ് വരുന്നത്. ആ ഭക്ഷണത്തിൽ നമ്മൾ അധികാരമല്ല. അങ്ങനെയാണ്. അരിക്ക് പോലും വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം കല്യാണം ഉണ്ടാക്കിയപ്പോൾ മോളെ കല്യാണം നടന്നപ്പോൾ പിന്നെ വെപ്പുകാരൻ എന്നോട് ചോദിച്ചു, ഉസ്താദ് എത്ര ആളുണ്ടാവും? ഞങ്ങൾ പിന്നെ 1.5 കിൻഡൽ അരി എടുക്കണം, അരി ഞാൻ എടുത്തോളാം എന്ന് വെപ്പുകാരൻ പറയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കണം, ഞാൻ പറഞ്ഞ അരി എടുക്കണം, എത്ര ആയിക്കോട്ടെ, എന്താ പേര് ഇങ്ങനെ ആയിക്കോട്ടെ ഞാൻ എടുത്തോളാം. അപ്പം കടയിൽ പോയി ചെന്ന് നോക്കുമ്പോൾ എന്താണ് 1 കിലോ അരിക്ക് 180 റുപ്യ. ഞാൻ പറഞ്ഞു അക്കല്ലാണ് എൻ്റെ പരിയിൽ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം ഞാൻ വിളിച്ചു, ഇതിന് കിലോ 180 റുപ്യാണ്, ഇത് ഞാൻ വാങ്ങൂല. അപ്പം പറഞ്ഞു അപ്പോഴേ ഭക്ഷണം നന്നാവുള്ളൂ. ഞാൻ പറഞ്ഞു അത്ര ഭക്ഷണം നന്നായി കഴിക്കണോ നമ്മൾക്ക് വരണ്ട. നമ്മളൊരു 70-80 റുപ്യ ഏറി വന്നാൽ 80 റുപ്യ ഏറി വന്നാൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള അരി ഞാൻ എടുക്കൂല. ഞാൻ ഒഴിവുള്ള ദിവസം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഈ നെയ്ച്ചോറിൻ്റെ അരിക്ക് ഞാൻ എന്താ ചെയ്യാൻ, ഞാൻ നേരെ ഗുണ്ടിൽപേട്ട പോകും. ഗുണ്ടിൽപേട്ട പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു 10 നമ്മളെ നാട്ടിൽ ഇവിടെ കിട്ടുന്ന നെയ്ച്ചോറിൻ്റെ അരി അവിടെ ചുരുങ്ങിയത് 10 റുപ്യെങ്കിലും കുറച്ച് കിട്ടും. എനിക്കാട്ടെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ആനനെയും കാട്ടിനെയും പോത്തിനെയൊക്കെ ഒന്ന് കണ്ട് പ്രായത്തായി അങ്ങനെ വരികയും ചെയ്യാം. അങ്ങനെ ഒരു പോക്ക് ഞാനും മൂസക്കുട്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു 50 റുപ്യ 45, 48, 50 റുപ്യക്ക് നെയ്ച്ചോറിൻ്റെ അരി കിട്ടും. ഏറി വന്നാൽ കല്യാണം ആയതുകൊണ്ട് നമുക്കൊരു 70 റുപ്യ 80 റുപ്യൻ്റെ അരി തന്നെ എനിക്ക് മനസ്സില്ല. അത്തരം അരി വാങ്ങുന്നതിലും ഹൈറില്ല, അത്തരം അരി കൊടുക്കുന്നതിലും ഹൈറില്ല. ഒരു നേരത്തെ അരിക്ക് ഒരു നുള്ള അരി കിട്ടിയ ഒരു കഞ്ഞി കുടിച്ച് മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന 140 ചില്ലാനം കോടി ജനങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. എത്ര മനുഷ്യർ ഒരു നേരത്തെ കഞ്ഞിക്ക് ഇത്ര അരി ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തിൽ ഇന്നും ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ? എന്തിനാ 150 റുപ്യൻ്റെ അരി വാങ്ങേണ്ട ആവശ്യം? അത് എന്തെങ്കിലൊക്കെ വിചാരം, ഞാൻ വാങ്ങൂല. അപ്പം അയാൾ വിചാരിച്ചു, അയാൾ എന്താ പറഞ്ഞു, മൂല്യന്മാർ ഇങ്ങനെ തന്നെ, മൂല്യന്മാർ ആർക്കീസുകളായിരിക്കും. ആയിക്കോട്ടെ ഇന്ന ആർക്കീസ് വിളിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ 150 റുപ്യൻ്റെയും 120 റുപ്യൻ്റെയും അരി വാങ്ങൂല. പിന്നെ അയാൾ പറഞ്ഞ് 120 കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വാങ്ങൂല. 120 റുപ്യൻ്റെ അരി ഞാൻ എൻ്റെ പരിക്ക് വാങ്ങൂല. 120 റുപ്യൻ്റെ അരി വാങ്ങിയാൽ ഇപ്പോൾ 12,000 റുപ്യ ഒരു കിൻഡലിന് വരൂ. അതിൻ്റെ പ്രശ്നമല്ല, അത് വേണ്ട, ആ അരി നമുക്ക് വേണ്ട. അപ്പം ഈ കോലത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു. 150 റുപ്യ 200 റുപ്യൻ്റെ അരിയൊക്കെ ഈ ഗൾഫുകാരാണ് സത്യത്തിൽ ഈ കോലം ഒക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടാക്കിയത്. യാതില്ല, 1 കിലോ അരിക്കാണ് എന്ത് 180-200 റുപ്യൊക്കെയാണ് 1 കിലോ അരിക്ക്. എന്നിട്ട് നിനക്ക് ഈ ബ്ലീച്ച്ഡ് അരി നിനക്ക് ആരോഗ്യമല്ല, ഷുഗറാ തരുന്നത്. ഷുഗർ ഇല്ലാതെ ആകണമെങ്കിൽ നീ ഏത് അരി കഴിക്കണം? തവിടുള്ള അരി കഴിക്കണം. ഈ അരി കൊണ്ട് ഇപ്പം 200 റുപ്യൻ്റെ അരി വാങ്ങി കഴിച്ചു. ഞാൻ അതിൻ്റെ ഒക്കെ അപ്പുറം ഉണ്ടാവട്ടോ, എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ കേട്ട അരിയിൽ വലിയ അരി എന്നാണ് 150 റുപ്യൊക്കെ. അതിൻ്റെ അപ്പുറം ഉണ്ടായ അരികളുണ്ടാവും ഇല്ലേ? ഉണ്ടാവില്ലേ? കയമ്മ അതന്നെ. ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കയമ്മ അരി എടുക്കണം എന്ന് പറഞ്ഞു. എന്നോട് ആയിക്കോട്ടെ എടുക്കാറും. എനിക്കറിയില്ലല്ലോ, അരിക്ക് എന്തൊക്കെ 180 റുപ്യാണ്. അക്കയമ്മയും കൊയമ്മയും എനിക്ക് വേണ്ടാറും. എനിക്ക് വേണ്ടേനു. ഇനി എൻ്റെ അവിടെ നിന്ന് തന്നാൽ വരെ എനിക്കതൊന്നും ഇഷ്ടമില്ല. കാരണം ഈ അരി എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ടാക്കുന്ന അരിയാണ്. തവിട് അതിൻ്റെ അയലത്തില്ല. ഉണ്ടോ? തവിടില്ലാത്ത അരി വിഷല്ലേ? എന്തിനാടാ 150-200 റുപ്യൻ്റെ അരിക്ക് വാങ്ങി കല്യാണം ഉണ്ടാക്കണം? ആരെ കാണിക്കാനാ ഇതൊക്കെ ചെയ്യണത്?
നാട്ടുകാർക്ക് ഷുഗർ ഉണ്ടാക്കിയിട്ട് എന്താ നിനക്ക് കാര്യം? ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളൊന്ന് താഴത്തേക്ക് ഇറങ്ങി വരണം. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ജീവിച്ചാൽ ഭാര്യക്ക് ഭർത്താവിനെ ഉപകരിക്കും. ഇല്ലെങ്കിൽ ഭർത്താവ് ഒരു മൂലക്കാട് കിടക്കും, ആയുസ് തീർന്നവരെ മൂലക്ക് നണിക്കൂല. അങ്ങനത്തെ ഭർത്താവിനെ കിട്ടിയിട്ട് പെണ്ണെ നിനക്ക് എന്താ കാര്യം? അതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഈ മേലെണ്ണം കൊതികൾ, ഈ മടി സ്വഭാവങ്ങൾ, മടി ഇപ്പം ഞാനും ഈ മൂസക്കുട്ടി ഈ വഴിക്ക് വരുന്ന സമയത്ത് പൊറാട്ടക്ക് കാത്തിക്ക പെണ്ണുങ്ങൾ രാവിലെ 7 മണിക്ക്. പൊറാട്ടക്ക് ആണുങ്ങൾ കാത്തിക്ക ഓക്കെ, പെണ്ണുങ്ങൾ പൊറാട്ടക്ക് കാത്തിക്ക 7 മണിക്ക്, രാവിലെ 7 മണിക്ക്. പഴയ കാലത്ത് 7 മണി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെണ്ണ് മുറ്റടിക്കും, ഒരു പെണ്ണ് എന്ത് ചെയ്യുന്നറിയോ വെള്ളം കോരുന്നുണ്ടാവും, ഒരു പെണ്ണ് അടുപ്പത്ത് അപ്പം ചൂടുന്നുണ്ടാവും. ഇല്ലേ? അങ്ങനെ തന്നെ അല്ലേ നമ്മളെ വീട്ടിലെ കാര്യമൊക്കെ. അമ്മ അടുപ്പത്താണെങ്കിൽ കുട്ടി പിന്നെ മുറ്റടിക്കുന്നുണ്ടാവും, മറ്റൊരു കിണറുണ്ടാവും. ഇതൊക്കെ അല്ലേ നമ്മളെ പഴയ കാലം. ഇപ്പം എന്താ പൊറാട്ടക്ക് ക്യൂ നിൽക്കുക പെണ്ണുങ്ങൾ 7 മണിക്ക്. ഇന്ന് ഞാനും ഈ മൂസക്കുട്ടി കണ്ടിട്ടുണ്ട് പൊറാട്ടക്ക് പെണ്ണുങ്ങൾ ക്യൂ നിൽക്കണത് രാവിലെ 7 മണിക്ക്. അപ്പം നമ്മൾ നശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന ബോധം മലയാളിക്കുണ്ടാകുക. ഈ തരം ഇനിയും അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരും. നമ്മൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കഴിച്ചാൽ നമുക്കാവശ്യമായ എല്ലാം ഉണ്ടാവും. നമുക്ക് യൗവനം ഉണ്ടാവും. വയസ്സ് 100 വയസ്സ്. ഒരു വയനാട്ടിലെ ഒരു കാക്ക, എനിക്ക് തോന്നുന്നു 104 വയസ്സോ മറ്റോ, ഉംറക്ക് പോയിട്ട് നടന്ന് ഇറാഖുവ കയറിയ സംഭവം ആരോ എനിക്ക് വിട്ട്. എന്തേ? അത് കർഷകനാണ്, നേരം വെളുത്ത പണിയെടുക്കും, പ്രകൃതി നിന്നുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കും, വയനാട്ടുകാരനാണ്. 104 വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 40 അടി എന്തേരെങ്കിലും കഴിയും. മരിച്ചിട്ട് 40 അടി എന്തരെങ്കിലും കഴിയും ഇപ്പം ഇന്നത്തെ സാധാരണ മലയാളിക്ക്. ഇത് വയനാട്ടുകാരന് ഇത് ഉംറക്ക് പോയിട്ട് ഇറാഖുവ നടന്ന് കയറി. ഈ സൗറഖൊക്കെ കയറിയോന്ന് എനിക്കറിയില്ല. ഇറാഖുവ കയറി നേതാരം അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ഉമർക്കൊരു ക്ഷീണമില്ല, 104 വയസ്സ്. എന്തുകൊണ്ട്? മണ്ണിൽ അധ്വാനിക്കും. മണ്ണിൽ അധ്വാനിച്ചുണ്ടായ വിഭവങ്ങൾ, പച്ചയായ വിഭവങ്ങൾ കഴിക്കും. അപ്പോൾ പടച്ചോൻ ആരോഗ്യം കൊടുത്തു, ആയുസ് പടച്ചോൻ നിശ്ചയിച്ചു. ഓക്കെ, ആരോഗ്യം ഉണ്ടാകണ്ടേ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു നല്ലത് പഠിക്കാനും. ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ധാരാളം വിഷയങ്ങൾ ഇനിയും പറയുന്നുണ്ട്. വ്യായാമ മുറകൾ വരെ ഞാൻ ഈ ക്ലാസ്സിൽ കാണിച്ചു തരും. നമ്മൾ ചെയ്യേണ്ട, നിത്യമായി ചെയ്യേണ്ട വ്യായാമ മുറകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യേണ്ട വ്യായാമ മുറകൾ വരെ ഞാൻ ഇതിൽ കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.